ഈ തർക്കിക്കുന്നത് മൂമിനായ മനുഷ്യനല്ല, സത്യനിഷേധിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശ്വാസത്തിൽ നിന്ന് ഓരോ ദിവസവും മനുഷ്യൻ ഇങ്ങനെ കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മൂമിനായ മനുഷ്യൻ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഈമാനിൽ നിന്ന് മാറിയിട്ട്, രാവിലെ ഈമാനോടെ നടന്ന മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് വിശ്വാസം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഗതി അതാണ്. അതിന് മനുഷ്യന് കൂടുതൽ ചിന്തിക്കാനോ നേരമില്ല. ഏതെങ്കിലും ആളുകൾ ഇസ്ലാമിനെ വളച്ചൊടിച്ച് വക്രമായി അവതരിപ്പിക്കുന്ന ഒരു അവതരണം കേട്ടാൽ മതി, വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് മനുഷ്യൻ ചതിയിൽ പെട്ടുപോവുകയാണ്. എത്ര ആളുകളാണ് ഇക്കഴിഞ്ഞ ലോക്ക്ഡൌണിൽ യുക്തിവാദികളായി മാറിയത്, നിരീശ്വരവാദികളായി മാറിയത്. അവരെ ക്ലാസുകൾ കേട്ട് വിവരമുള്ളവരുടെ വാക്കുകളും വിഷയങ്ങളും അംഗീകരിക്കാതെ മനുഷ്യൻ ചാടിപ്പോയി. എത്രയോ ആളുകൾ മതനിരാസത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിജ്ഞാനത്തിന്റെ ആവശ്യകത ഏറിയേറി വരുന്നത്. മനുഷ്യൻ ചോദിക്കാണ്, യാതൊരു നാണവുമില്ലാതെ ചോദിക്കാണ്. വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെയൊക്കെ ലോകം സങ്കടപ്പെട്ട സംഗതി, എല്ലാവരും വിഷമുണ്ടായിട്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ട് പരിഹരിക്കാനും നിയന്ത്രിക്കാനൊക്കെ ഒരു റബ്ബുണ്ട് എന്ന് എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയാന്നുള്ളത് ഒരു ആശ്വാസം കിട്ടണ്ടേ. പരീക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ആ ചോദ്യം. ഇത്രയും കാലം സുഖങ്ങൾ നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരണ്ടോ? ഈ രോഗം വരുന്നതിന് മുമ്പ് ഒരു സുഖജീവിതം ഉണ്ടായിരുന്നില്ല, അതാരാ തന്നിരുന്നത്? എന്താണ് ഈ പരീക്ഷണം വരാനുള്ള കാരണം? അതൊന്നും ചിന്തിക്കാൻ മനുഷ്യൻ ഒരിക്കല്ല. പരീക്ഷണം വന്നപ്പോൾ മാത്രം ചോദിക്കാണ്, നിയന്ത്രിക്കാനോ റബ്ബില്ലേ? പരീക്ഷണം വരുന്നതിന് മുമ്പ് ആരാ നിയന്ത്രിച്ചിരുന്നത്? ആരാ സുഖം നൽകിയിരുന്നത്? അതെന്തേ ചിന്തിക്കാതെ പോകുന്നത്? അപ്പൊ അല്പജ്ഞാനം കൊണ്ട്, അല്പബുദ്ധി കൊണ്ട് മനുഷ്യൻ പടികടന്നു പോവുകയാണ്. ഈമാനിൽ നിന്ന് പീതറിയപ്പെട്ടു പോകരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതിന് ഏറ്റവും വലിയ കെണിവല ഒരുക്കിയതാണ് മീഡിയകൾ. മനുഷ്യന്മാരിൽ നിന്ന് മീഡിയകളുടെ ശിഷ്യന്മാരാണ്. മീഡിയയിൽ എന്താണോ പറയുന്നത്, ക്ലാസ് എടുക്കുന്നത് കേട്ടുകൊണ്ടതുപോലെ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. നേരായ നിലക്ക് സത്യം പറയുന്ന പണ്ഡിതന്മാരുടെ വചനങ്ങളല്ല അവർക്ക് തെളിവ്. വാഗിലാസങ്ങൾ നല്ലോണം ചാർത്തുന്ന, അല്ലെങ്കിൽ ബുദ്ധിയെ വിമലീകരിക്കുന്ന, വക്രബുദ്ധിയാക്കി മനുഷ്യന്റെ ബുദ്ധിയെ മാറ്റിക്കളയുന്ന വില്ലാളി വീരന്മാരുടെ പ്രഭാഷണങ്ങൾ, പ്രഘോഷണങ്ങൾ, അതിലാണ് പലരും പോയി ചെന്ന് വീഴുന്നത്. ആ സമയത്ത് ഓരോ ദിവസവും 2000, 3000 ആളുകൾ ഇങ്ങനെ കുതിച്ചു വരികയാണ് വിശ്വാസം വലിച്ചെറിയാൻ വേണ്ടി. അപ്പൊ വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ച ആളുകളൊക്കെ രക്ഷപ്പെടാൻ ഒരു പഴുതു നോക്കിയിട്ട് അള്ളാഹുവിനോടൊരു സംവാദം. എത്ര വലിയ ധൈര്യം എന്നറിയാം മനുഷ്യന്റെ ധൈര്യം. പടച്ച റബ്ബിനോട് സംവദിക്കാൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ പറ്റി ഇല്ലാത്തതാണ് മലക്കുകൾ എഴുതി വെച്ചത്. ഈ സാക്ഷികളൊക്കെ വെറുതെ പറയാൻ, അവരൊന്നും എന്റെ കൂടെ ഉണ്ടായിട്ടില്ല. ദുനിയാവിൽ കൂടെ തെറ്റ് ചെയ്യാൻ, മദ്യപിക്കാൻ, വ്യഭിചരിക്കാൻ, കട്ടെടുക്കാൻ, കൊല ചെയ്യാൻ, കൊട്ടേഷൻ സംഘത്തിൽപ്പെടാൻ ഒക്കെ കൂടെ നിന്ന സാക്ഷികൾ അല്ലാഹു തആല ഇങ്ങനെ വിസ്തരിക്കുമ്പോ മനുഷ്യൻ പറയാൻ, അങ്ങനൊന്നുമില്ല, ഇവരൊന്നും ഞാൻ അറിയുന്നില്ല, ഇവരൊക്കെ ഏത് നാട്ടുകാരാ? ഒക്കെ എന്റെ അടുത്ത നാട്ടുകാരെന്നെ, നിങ്ങളൊക്കെ ഒരുമിച്ചല്ലേ ചെയ്തത്? ഇവരെ ഞാൻ അറിയില്ല, എനിക്ക് പരിചയം തന്നെയല്ല. നിഷേധിക്കാണ് മനുഷ്യൻ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം ശരീരത്തെ കൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ വിഷയം സമർത്ഥിച്ച് മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. അതാണ് അല്ലാഹുവിടെ പറഞ്ഞത്, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നത്തെ ദിവസം അവരുടെ സംസാരത്തിൽ നാം വിലക്ക് ഏർപ്പെടുത്തും. അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും, കാലുകൾ സാക്ഷ്യപ്പെടുത്തും. അവർ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം എണ്ണി പറയും. മനുഷ്യ ശരീരത്തിൽ നിന്ന് ആദ്യം സംസാരിക്കുന്നത് ഫഖിദുഹു മിൻ ദിലിഹി ശിമാൽ, ഇടത്തെ കാലിന്റെ തുടയല്ലാകുന്നു. നീചകൃത്യങ്ങൾ ചെയ്തതിനാദ്യം സാക്ഷി വിസ്താരം നടത്തുന്നത് ഇടത്തെ കാലിന്റെ തുടയല്ലാണ്, കാലിന്റെ മുട്ടിന്റെ മേൽഭാഗത്തുള്ള എല്ലാണ്. ആ എല്ല് വിളിച്ചു പറയുന്നു. അതേപോലെ തന്നെ ഇടത്തെ കയ്യുമാണ് വിളിച്ചു പറയുന്നു ശരിയായ രൂപത്തിൽ. ഇത് സംസാരിക്കും സഹോദരങ്ങളെ.
വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അചേതന വസ്തുക്കൾ നമ്മളോട് സംസാരിക്കുന്ന കാലത്താ നമ്മൾ ഇത് ഓതുന്നത്. ജീവനില്ലാത്ത ഉപകരണങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. പലയിടങ്ങളിലും നമ്മൾ ചെന്നാൽ ജീവനില്ലാത്ത റോബോട്ടുകളാണ് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോയി നോക്കൂ, റോബോട്ടുകൾ പറയുന്നു വലത്തെ ഭാഗത്ത് പോയാൽ ഇന്ന പർച്ചേസ് നടത്താം, ഇടത്തെ ഭാഗത്ത് പോയാൽ ഇന്ന പർച്ചേസ് നടത്താം, ഫസ്റ്റ് ഫ്ലോറിൽ ഇന്നതുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഇന്നതുണ്ട്. അത് ജീവനുള്ള മനുഷ്യനല്ല വിളിച്ചു പറയുന്നത്. അതെല്ലാം സമ്മതിക്കുന്ന കാലത്താ നമ്മൾ ഓതുന്നത്. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകൾ സംസാരിക്കും, കാലുകളും സംവദിക്കും, ചർമ്മങ്ങളൊക്കെ രോമങ്ങളൊക്കെ തൊലികളൊക്കെ സംസാരിക്കും. ദോഷികളായ മുഅ്മിനുകൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ചിന്തിക്കണം, നന്നായി ചിന്തിച്ച് പേടിക്കേണ്ട ഒരു വിഷയം അതാണ്. മുഹദ്ദീങ്ങളിൽപ്പെട്ട ദോഷികൾ യാതൊരു കലർക്കും കറയും ബാധിക്കാത്ത ആളുകൾക്ക് ഈ വിഷയമൊന്നും വരൂല. അതേ സമയത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത വിശ്വാസികൾ അവരുടെ അംഗങ്ങളും അവയവങ്ങളും ദോഷം കൊണ്ട് സമ്മതിക്കും. പക്ഷേ ദോഷം കൊണ്ട് ഏറ്റുപറയുമ്പോഴേക്ക് പ്രതികൂലമായി നന്മകൾ പറയാൻ ഇപ്പുറത്ത് നന്മകളുണ്ടോ അവയവങ്ങൾ വിളിച്ചു പറയും. ഹദീസിൽ കാണാം, ഇന്ന അബ്ദൻ തശ്ഹദു അലൈഹി അല്ലാഹു ബിസ്സല്ലാ. ഒരു അടിമ, മുഅ്മിനായ ഒരു അടിമ, ആ അടിമയുടെ അവയവങ്ങളെല്ലാം കുറ്റകൃത്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോ ഫതതതായറു ശഅറത്തുൻ മിൻ ജഫ്നി ഐനൈഹി, അവന്റെ രണ്ട് കൺപോളകൾ ഇങ്ങനെ പാറിപ്പറന്ന് മുന്നിൽ വരും. കൺപോളകളിലെ രോമങ്ങളില്ലേ, ആ രോമങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറയും, ഈ അടിമ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രോമങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. റബ്ബ് തആല പറയും, തകല്ലമീ യാ ശഅറത ജഫൻ, നീ ഒന്ന് സംസാരിക്കൂ. കൺപോളയിലെ രോമത്തിനോട് അല്ലാഹു പറയാണ്, ഒന്ന് സംസാരിക്കൂ. ആ സമയത്ത് കൺപോളയിലെ രോമം പറയുന്നത്, ഈ അടിമയുണ്ടല്ലോ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്നെ പേടിച്ച് ആ തെറ്റുകുറ്റങ്ങളിൽ നീ ശിക്ഷിക്കുമെന്ന് പേടിച്ച് കണ്ണീരൊഴുക്കിയവനാണ്. ആ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോ രോമം നനഞ്ഞിട്ടുണ്ട്. കൺപോളയിലെ രോമം വന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിശ്വാസിയായ മനുഷ്യന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. അള്ളാഹുവിനെ പേടിച്ച് ഒഴുക്കിയ ഒരു കണ്ണീർ, അതിന് വലിയ വിലയുണ്ട്. അത് ഈമാനുള്ള മനുഷ്യന്റെ കണ്ണീരാകുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. ആ കൺപോടയിലെ രോമം വന്ന് സാക്ഷി വിസ്താരം നടത്തുന്ന സമയത്ത് വിളിച്ചു പറയും, കണ്ണിന്റെ ഒരു രോമം കൊണ്ട് അല്ലാഹു മോചനം നൽകിയ മനുഷ്യനാണ്. സുഹൃതങ്ങൾ ചെയ്തതില്ലേ, അവയവങ്ങളിലൊക്കെ സുഹൃതങ്ങൾ ഒരുപാടുണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സുജൂദിൽ പോകുമ്പോ കണ്ണ് തുറന്നു നോക്കണം എന്ന് പറഞ്ഞു. കുറെ ആൾക്കാർ സുജൂദിൽ എത്തുമ്പോ കണ്ണ് പൂട്ടല, കണ്ണ് തുറക്കണം. എല്ലാ അവയവങ്ങളും ചെയ്യുന്ന ഒരു അമലാണ് നിസ്കാരത്തിൽ സുജൂദ്. അതിലെല്ലാ അവയവങ്ങളും സംബന്ധിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠ അവയവമായ മുഖമല്ലേ പുല്ല് വെക്കുന്നത്? റുക്കൂയിൽ അങ്ങനെ മുഖം വെക്കുന്നുണ്ട്, അത്തഹിയ്യാത്തിൽ അങ്ങനെ മുഖം വെക്കുന്നുണ്ട്, ഫാത്തിഹയിലൊക്കെ ഒരേ നിർത്തൽ. പക്ഷെ ശ്രേഷ്ഠമായ അവയവങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വണങ്ങുന്ന ഒരു കർമ്മമാണ് സുജൂദ്. ആ സുജൂദിൽ കണ്ണ് തുറക്കണം. കണ്ണ് സുജൂദ് ചെയ്തു എന്ന് രേഖപ്പെടുത്താൻ കണ്ണ് തുറക്കണം, പൂട്ടരുത്. ബാക്കി സമയത്ത് നമ്മൾ കണ്ണ് പൂട്ടി ഖുശൂഉം ഇഖ്ലാസും മറവൊക്കെ സ്വരൂപിക്കാൻ വേണ്ടി ഓത്തൊക്കെ നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഓതാൻ വേണ്ടി കണ്ണ് നിങ്ങൾ പൂട്ടിയെങ്കിലും കണ്ണ് എവിടെ തുറക്കണം? സുജൂദിൽ തുറക്കൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാ സുജൂദിലും കണ്ണ് തുറന്നാൽ നമ്മൾ കണ്ണ് സുജൂദ് ചെയ്തായിട്ട് എഴുതപ്പെടും.
അവിടെ കണ്ണ് പൂട്ടേണ്ട ആവശ്യം, കണ്ണ് തുറക്കണം. അവിടെ കണ്ണ് തുറക്കുമ്പോൾ കണ്ണിന്റെ സുജൂദ് രേഖപ്പെടുത്തപ്പെടും. ഇതുവരെ കണ്ണ് പൂട്ടിയോ? ആ കണ്ണിന് സുജൂദില്ല. ആ കണ്ണിന്റെ സുജൂദെങ്കിലും ആഖിറത്തിൽ നമുക്ക് സാക്ഷിയാകണം. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് ഒരു ചെറിയ അമലാണ്. കണ്ണീർ കണങ്ങൾ നനഞ്ഞ കണ്ണിന്റെ രോമങ്ങൾ വന്ന് അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷി വിസ്താരം നടത്തുമ്പോ ചിലര് ചെയ്ത കർമ്മങ്ങൾ അവരുടെ കൈകളായിരിക്കും സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ആ കൈകളെ കൊണ്ട് ധാരാളം ദാനധർമ്മം നൽകിയിട്ടുണ്ട്, ഭക്ഷണം നൽകിയിട്ടുണ്ട്, ശിക്ഷണം നടത്തിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് ഭാര്യമാരെ വിളിച്ചു പറഞ്ഞത്, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം, തഖ്ദീസ് ചൊല്ലണം. തഖ്ദീസ് പറഞ്ഞാൽ മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആലാന്റെ ഒരു ഇസ്മില്ലേ, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. അപ്പോൾ തഖ്ദീസായി അല്ലാഹുവിന്റെ പരിശുദ്ധി പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ. തഹ്ലീലും തസ്ബീഹും തഖ്ദീസും ഒക്കെ ചൊല്ലണം. ചൊല്ലുമ്പോൾ നിങ്ങൾ വിരലുകളെ കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കണം. വിരലുകളെ കൊണ്ട് എണ്ണം പിടിക്കണം. മാല കൊണ്ട് എണ്ണം പിടിച്ചാൽ അതും കിട്ടും. സ്വന്തം മാലയുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ. ആരുമില്ല. അടുത്ത കൊല്ലം നമുക്ക് എല്ലാവർക്കും ഒരു മാല. സ്വന്തം മാലയില്ലേ? കഴിഞ്ഞ വർഷം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും ഓരോ മുസ്ഹഫ് സ്വന്തമാണെന്ന്. ഓർക്കുന്നില്ല? എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞിരുന്നു. എല്ലാവർക്കും സ്വന്തം ഒരു മുസ്ഹഫ് ആണ്. അടുത്ത കൊല്ലം വരുമ്പോ ഞാൻ ചോദിക്കുന്നു പറഞ്ഞു. നിങ്ങൾ മറന്നുപോയില്ലേ? ഇത്ര പെട്ടെന്ന് കൊല്ലം വരുന്നത് ഓർത്തില്ല. സ്വന്തം മുസ്ഹഫ് ഉള്ളവരോ കൈവൊക്കെ. ആ കുട്ടികൾക്കൊക്കെ ഉണ്ട്, വലിയവർക്കൊന്നും ഇല്ലേ? ഇപ്പൊ അടുത്ത് പഞ്ഞി ഒക്കെ ഒരു മുസ്ഹഫ് വാങ്ങിക്കോ. താത്തിന് മക്കളെ, ഒരു സ്വന്തം മുസ്ഹഫ് വാങ്ങാൻ കയ്യിൽ കാശില്ലേ? സുബ്ഹാനല്ലാഹ്. അവർ ചിലർ പറഞ്ഞു, ഉസ്താദ് മുസ്ഹഫ് ഇട്ടില്ല, എന്താ ഓതാൻ അറിയില്ല. ഓതാൻ പഠിക്കണം. അതിനാണ് ഈ ഉസ്താദുമാരൊക്കെ. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ഇവിടെ ഒന്ന് പഠിക്കണം. അല്ല, എന്തിനാ ഉസ്താദുമാർ 24 മണിക്കൂർ ഇവിടെ? എന്തിനാ? നാളെ അല്ലാഹു തആല ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ഉസ്താദുമാരൊക്കെ 24 മണിക്കൂറില്ലേ? മദ്രസ രാവിലെ വൈകുന്നേരം, ബാക്കി ടൈമിൽ ഒന്ന് പഠിച്ചൂടെ? എന്താ പണി? നിങ്ങൾ വൈകുന്നേരം വരെ ജോലിക്ക് പോകണം. ഒരു ദിവസം ലീവാക്കി ഖുർആൻ പഠിക്ക്. 70 വയസ്സായിട്ട് ഒരു ഖത്ം ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭാഗ്യക്കേട് നമ്മുടെ ജീവിതത്തിൽ എന്താ സഹോദരങ്ങളെ? കന്നഡ ഭാഷ അറിയും, തുളു അറിയും, തെലുങ്ക് അറിയും, തമിഴ് അറിയും, ബ്യാരി അറിയും, അല്ലാത്ത അറിയും, ഒക്കെ അറിയും. എന്തറിയില്ല? ഫാത്തിഹയും ഇഖ്ലാസും ആഫിയത്തൈനിയും കുറഞ്ഞ സൂറത്തുകളല്ലാതെ ഫുൾ ഓതാൻ അറിയില്ല. അല്ലാഹ്, അതൊരു ഭാഗ്യക്കേടല്ലേ? ഫുൾ ഓതാൻ പഠിക്കണം. ഒരു ഖത്മെങ്കിലും തെറ്റുകൂടാതെ ഓതാനുള്ള ഭാഗ്യം വന്നാൽ വലിയൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഓതുന്ന മുസ്ഹഫ് ആഖിറത്തിൽ വരും സാക്ഷിയായിട്ട്. അല്ലാഹുവേ, ഈ മനുഷ്യന് നിന്റെ ഈ മുസ്ഹഫിൽ നോക്കിയിട്ട് എന്നെ ഓതിയിട്ടുണ്ട്. അങ്ങനെ കണ്ട ആളെ നരകത്തിൽ കൂടാൻ പറ്റൂല. ഈ മുസ്ഹഫ് ഇത്രയും കൊല്ലം ഓതിയതാ. ഈ തസ്ബീഹ് മാലയിൽ ഇത്രയും കൊല്ലം തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. ഈ കയ്യിന്റെ വെല്ലുകളില്ലേ, ആ വെല്ലിന്റെ ഭാഗത്ത് തയമ്പ് നോക്കുക. തസ്ബീഹ് ചൊല്ലിയിട്ട് ഈ മാലയുടെ കളർ മാറിയത് കണ്ടോ? ഏടിന്റെ കളർ മാറിയത് കണ്ടോ? ഇതൊക്കെ ചൊല്ലിയതാ അല്ലേ? മഹല്ലറത്തുൽ ബദരിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഭാഗത്താണ് ചെറിയൊരു അടയാളം. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഏടില്ലേ, രാവിലെ ഒരു അടയാളം. അത് എന്നും പിടിച്ചിട്ടുള്ള അടയാളമാണ്. ചൊല്ലിയിട്ട് അത് പിടിച്ചിട്ട് വന്ന അടയാളമാണ്. ആ കയ്യിൽ നിന്ന് പിടിച്ച, ആ കയ്യിൽ നിന്ന് പതിഞ്ഞ അടയാളം ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടും. നമ്മളൊക്കെ ഓരോരുത്തരാണ് വിചാരണ ചെയ്യാറ്. എന്റെ മക്കളെ ഒരുമിച്ചല്ല വിചാരണ, എന്നെ ഒറ്റക്കാണ് വിചാരണ. നിങ്ങളൊക്കെ ഓരോരുത്തരും ഒറ്റക്കാണ് വിചാരണ. അവിടെ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ട് വേണം.
നിങ്ങൾ തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് കൈകൊണ്ട് എണ്ണം പിടിക്കണമെന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം ഫഇന്നഹുന്ന മസ്ഊലാത്തിൻ മുസ്തൻതിഖാത്ത്. ആ കൈവിരലുകൾ നാളെ ആഖിറത്തിൽ സംസാരിക്കും. ഈ കൈയിന്റെ വിരല് കൊണ്ട് 1000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും തസ്ബീഹ് മാല മറിച്ച് 110 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹ് 110 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്റത്തുമ്പോൾ 100 എണ്ണമായി. 33 പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100ആയി. പിന്നെ ഒരു 10 തഹ്ലീലും 110 എണ്ണമായി. 5 വക്ത് നിസ്കാരത്തിന് ശേഷം കൂട്ടി നോക്കുമ്പോൾ സഹോദരങ്ങളെ 550ആയി. എത്ര വലിയ ദിക്റാണ്! ഹദ്ദാദും കൂട്ടിയാൽ 600 എണ്ണമായി. തഹ്ലീൽ ഹദ്ദാദിന്റെ തഹ്ലീലും അതിലേക്കൊന്ന് വെച്ചാൽ അവിടൊക്കെ നമ്മുടെ കൈകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വന്നാൽ ഈ കൈയിന്റെ തസ്ബീഹിന്റെ വിരലുകളുടെ എണ്ണം ആഖിറത്തിൽ സംസാരിക്കും. അനുകൂല സാക്ഷിയായി വരും. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ വിസ്താരം കൊണ്ട് രക്ഷപ്പെടണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിരല് കൊണ്ട് എണ്ണം പിടിക്കൽ സുന്നത്താണ്. പിഴച്ചു പോകുമെങ്കിൽ മാലയോ മറ്റോ ഉപയോഗിക്കലാണ് നല്ലത്. തസ്ബീഹ് മാല പറ്റില്ലാതെ വാദിക്കരുത്. തസ്ബീഹ് മാല സ്വഹാബിമാരുടെ കാലം മുതൽക്ക് തസ്ബീഹ് മാലയുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗൽഭനല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മദീന പള്ളിയിൽ മുത്തുനബി തങ്ങൾക്ക് ശേഷം ദർസ് നടത്തിയ മഹാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനും താബീഈങ്ങൾക്കും ദർസ് നടത്തിയ വലിയ മഹാപണ്ഡിതനാണ് സയ്യിദുനാ അബൂ ഹുറൈറ. സ്വന്തമായിട്ട് തസ്ബീഹ് മാല വേണം ഞാൻ വെറുതെ പറഞ്ഞതല്ല. അബൂ ഹുറൈറ തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മാല ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ സ്വന്തം ഒരു മാല വാങ്ങണം. ആ മാല ഇങ്ങനെ മറിച്ചിട്ട് എന്റെ വാപ്പ തസ്ബീഹ് ചൊല്ലിയ മാല കൊണ്ട് എന്റെ സഹോദരിയാണ് ഇനി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വാപ്പ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ മാല. ആ മാല ഇന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു തസ്ബീഹ് മാല. ആ തസ്ബീഹ് മാല നമുക്ക് അനുകൂലമായി സാക്ഷിയാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മാലക്ക് 2000 മാലമണി ഉണ്ടായിരുന്നു. എത്ര മാലമണി? 2000. ഇശാ നിസ്കാരത്തിന്റെ ശേഷം വീട്ടിലെത്തിയാൽ 10 പ്രാവശ്യം ഇങ്ങനെ എണ്ണി അപ്പൊ എത്രയായി മക്കളെ? 20,000. നല്ല കുട്ടിയാണ്. 20,000 ദിക്ർ ചൊല്ലിയിട്ടേ ഉറങ്ങൂ. ഒരു ദിവസം 10 ദിവസമാകുമ്പോ എത്രയായി? 10 ദിവസമാകുമ്പോ എത്രയായി? നമ്മളൊന്ന് ഉഷാറ് കട്ടഞ്ഞായ വേണം. 10 ദിവസമാകുമ്പോ എത്ര? ഇപ്പൊ വരും 10 ദിവസമാകുമ്പോ എത്രയായി? 2 ലക്ഷം. നമ്മളൊന്നും മരിച്ചു കിട്ടണ്ടേ? നമുക്കൊരു 20,000 കിട്ടണമെങ്കിൽ. അവരൊക്കെ 10 ദിവസം കൊണ്ട് ബാക്കിയുള്ള എല്ലാ നന്മകളും ചെയ്യുന്നതോടൊപ്പം മദീനത്തെ പള്ളിയിൽ ജമാഅത്തുണ്ട്, അതിന് സംബന്ധിക്കുന്നുണ്ട്, ദർസ് നടത്തി കൊടുക്കുന്നുണ്ട്, മറ്റൊരുപാട് സുഹൃത്തുക്കളിൽ സംബന്ധിക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് കിടക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് 10 പ്രാവശ്യം ആ മാലയൊന്ന് കറക്കുമ്പോ 20,000 ദിക്റാണ്. 10 ദിവസമാകുമ്പോഴേക്ക് 2 ലക്ഷമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അവരുടെ സുഹൃത്തുക്കളുടെ കട്ടിയും കനവും എന്തായിരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച, അവിടുത്തെ സഹവാസം കിട്ടിയിട്ട് സ്വഹാബി എന്നുള്ള ആ ഒരു വലിയ വിലായത്തിന്റെ പദവി തന്നെ പോരെ. പക്ഷെ സുഹൃത്തുക്കളോട് അവരെ മനസ്സിൽ വന്നൊരു താല്പര്യം ഉണ്ടല്ലോ, സന്തോഷം. അതാണത്. അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുസാഫ് വേണം, തസ്ബീഹ് മാല വേണം. വിരലുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ വിരലുകളും ഓരോ ദിവസം ദിക്റുകളും ഇങ്ങനെ നാവുകൾ ദിക്ർ അങ്ങനെ ചൊല്ലട്ടെ.
ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ആഖിറത്തിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരുപാട് സമ്പാദിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എത്ര പഠിച്ചിട്ടും ഓതാൻ ഒരാൾക്ക് അറിയുന്നില്ല എന്ന് അയാള് ഓത്ത് കേട്ടിട്ട് ഖത്മ് തീർക്കണം, നോക്കിയിട്ട് ഖത്മ് കഴിയൂലേ? കേട്ടിട്ട് ഖത്മ് തീർക്കാൻ കഴിയില്ല, നോക്കിയിട്ട് ഖത്മ് തീർക്കാൻ കഴിയില്ല. എളുപ്പം കഴിയും. മുസാഫ് ഇങ്ങനെ നോക്കിയിട്ട് ഖത്മ് തീർക്കാം. ഒരു വരിങ്ങ അടുത്ത പേജ് അതൊക്കെ പുണ്യല്ലേ? അപ്പൊ ഈ കണ്ണ് കൊണ്ടല്ലേ മുസാഫിലേക്ക് നോക്കുന്നത്? ആ കണ്ണ്, ആ നോട്ടം അല്ലാഹുവിന്റെ ഹദ്റത്തിൽ സാക്ഷി. ഒരു കണ്ണീരൊലിപ്പിച്ചത് കൊണ്ട് കണ്ണിന്റെ ഒരു രോമം വന്ന് സാക്ഷി നിന്നു എന്ന് പറയുന്ന ഹദീസ് പറയുമ്പോ ആ ഒരു രോമം മാത്രമല്ല സാക്ഷി നിൽക്കുന്നത്, ഒരുപാട് സംഗതികൾ സാക്ഷിക്ക് വരും. ആ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞൊരു ഹദീസാണത്. അങ്ങനെ സുഹൃതങ്ങൾ മറുഭാഗത്ത് സാക്ഷിക്ക് വരാനുണ്ടായാൽ ദോഷികളായ മുവഹിദീങ്ങൾ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ അനുകൂലമായി സാക്ഷിയൊന്നും വരാനില്ല. അനുകൂലമായി വരാനില്ലാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ വിചാരണ നടക്കുമ്പോ കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്തു തീർത്തുപോയി. പിന്നവന് അനുകൂലമായിട്ട് രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ലെങ്കിൽ കൊണ്ടുപോയി ജഹന്നമിലേക്ക് അവനെ വലിച്ചെറിയപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവനാണ് ആഖിറത്തിൽ തൊലഞ്ഞവൻ, മുഫ്ലിസ്. ആഖിറത്തിൽ ഏറ്റവും തൊലഞ്ഞ വ്യക്തി അവനാണ്. സ്വഹാബത്തിനോട് തങ്ങൾ ചോദിച്ചു, മനിൽ മുഫ്ലിസ്, അതദ്റൂന മനിൽ മുഫ്ലിസ്? തൊലഞ്ഞവൻ ആരാണെന്ന് അറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങളുടെ ഇടയിൽ തൊലഞ്ഞ ആള് എന്ന് പറഞ്ഞാൽ മല്ലാ ദിർഹമ ലഹു വലാ ദീനാറ, നയാ പൈസ കയ്യിലില്ലാത്ത ആള്, പൊളിഞ്ഞ് അപ്പരായി നടക്കുന്ന ആള്, അതാണ് ഞങ്ങളെ ഭാഷയിൽ. തങ്ങൾ പറഞ്ഞു, അതല്ല, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് തൊലഞ്ഞവനെന്ന് പറഞ്ഞാൽ മയ്യതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരും ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വസദഖാ, നിസ്കാരങ്ങളുമായിട്ട് വരും, സകാത്തുമായിട്ട് വരും, നോമ്പുമായിട്ട് വരും, ദാനധർമ്മങ്ങളുമായിട്ടും വരും. ഇതൊക്കെ സുഹൃതങ്ങളാണ്. പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരുപാട് നന്മകളുമായിട്ട് വരും. പക്ഷേ ആ മനുഷ്യൻ ആഖിറത്തിൽ വരുമ്പോ വഖദ് ശതമ ഹാദാ വളറബ ഹാദാ വസഫക ദമ ഹാദാ, അവനെ പിടികൂടാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ഡിതനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മറ്റേ സയ്യിദിനെ തരം താഴ്ത്തിയിട്ടുണ്ട്, മറ്റേ സാധുവായ മനുഷ്യനെ അടിച്ചിട്ടുണ്ട്, അയാളെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇയാളെ പറ്റി നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത ഫിത്നയും ഫസാദും പറഞ്ഞിട്ടുണ്ട്, മറ്റയാളെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, മറ്റയാളെ പറ്റി മോഷണത്തിന്റെ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം വകുപ്പുകൾ അയാളെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കിട്ടേണ്ട വിഹിതം ഇയാളെ നന്മയിൽ നിന്ന് അല്ലാഹു തആല വിഹിതിച്ചു കൊടുക്കുന്നു. പിന്നെ നോക്കുമ്പോൾ അവകാശികൾ ഇനിയും ബാക്കിയുണ്ട്. കൊടുക്കാനോ നന്മകൾ തീരെയില്ല. നീതിമാനായ യജമാനനായ റബ്ബ് ചെയ്യുന്നത് ഈ തിന്മകളിൽ നിന്നുള്ള വിഹിതം അയാളെ പരടിയിലേക്ക് ഇട്ടുകൊണ്ട് സുമ്മയുത്തുറഹു ഫിന്നാർ, അയാളെ നരകത്തിൽ വലിച്ചെറിയപ്പെടുന്നു. അതുകൊണ്ടാ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പഴയകാലത്ത് മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില മഹാന്മാരൊക്കെ പറഞ്ഞു, ഗീബത്ത് പറയുകയാണെങ്കിൽ വാപ്പാനും ഉമ്മാനും മാത്രമേ പറയുള്ളൂ. വാപ്പാനും ഉമ്മാനും പറയാൻ പറ്റിയിട്ടല്ലോ അത്. എന്റെ പൊരുള് മനസ്സിലാക്കണം. വാപ്പാനും ഉമ്മാനും ഗീബത്ത് പറയുള്ളൂ. എന്തായാലും അർത്ഥം പിന്നെ സ്വന്തം അക്കൗണ്ടിലേക്കല്ലേ പോകുന്നത്. അവനാന്റെ വാപ്പാനും ഉമ്മാന്റെ അക്കൗണ്ടിലേക്കല്ലേ പോകുള്ളൂ, പുറത്തെടുക്കും പോലല്ലോ. പറയില്ല എന്ന് അതിന്റെ അർത്ഥം. പറയുകയാണെങ്കിൽ അവരെ പറയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത ഒരു സയ്യിദിനെ, ഒരു ആലിമിനെ, ഒരു മനുഷ്യനെ നമ്മൾ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ. ആ പറച്ചിന്റെ കട്ടിക്കും കനത്തിനനുസരിച്ച് തൂക്കനുസരിച്ച് അല്ലാഹു തആല കൊടുക്കൂലേ? കൊടുക്കണം എന്ന് അല്ലാഹു വിധി എഴുതിയാൽ പറ്റൂല എന്ന് പറയാൻ കഴിയോ? അപ്പൊ ചിലരിന്ത്യക്ക് ഉസ്താദെ അതൊക്കെ നമസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് മറ്റോണ്ടൊക്കെ പൊറുക്കൂലേ? സൃഷ്ടികളോടുള്ള ബാധ്യതകൾ, ഹക്കുകൾ അത് അവരോട് പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ പൊറുക്കൂല.
സ്വന്തം ശരീരത്തിലെ വൈകല്യങ്ങളൊക്കെ ഒരു പക്ഷേ അല്ലാഹു തആല മാപ്പാക്കി തന്നേക്കാം. തരുന്ന ഉറപ്പല്ല ഞാൻ പറഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. അതേ സമയത്ത് മറ്റുള്ളവരോടുള്ള ബാധ്യതകൾ അത് വിട്ടുതരാൻ അവര് തന്നെ മാപ്പ് തരണ്ടയോ? അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ആരും കുടുങ്ങരുത് എന്നാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു തആല ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി ഒരു കള്ളൻ വന്ന് കെട്ടും. ഒരാൾ വന്ന് തൊപ്പി കെട്ടും, ഒറ്റ പൊക്ക്. അപ്പൊ ഇമാം നവവി റളിയല്ലാഹു അൻഹു അയാളെ പിന്നാലെ ഇറങ്ങിയപ്പോൾ ആൾക്ക് തോന്നിയത് പിടികൂടാൻ വരികയാണ്. അയാൾ ഓടി. ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ വീണ്ടും ഓടി. അയാൾ ഓട്ട സ്പീഡ് കൂട്ടി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓടാൻ കഴിയുന്നില്ല, കാരണം അങ്ങനെ ഓടി പരിചയമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ പോകുന്നത് അയാളെ പേടിപ്പിക്കാനോ ഓടിക്കാനോ ഓട്ടി പിടിപ്പിക്കാനോ അല്ല. മനസ്സിലൊരു ചിന്ത വന്നു, അല്ലാഹ് എന്റെ തൊപ്പിയെടുത്ത മനുഷ്യൻ, ഞാനത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആഖിറത്തിൽ ആ മനുഷ്യൻ കുറ്റക്കാരനല്ല, ശിക്ഷിക്കപ്പെടൂല, രക്ഷപ്പെട്ടവനാണ്. അതേ സമയത്ത് ദുനിയാവിലും അയാൾ രക്ഷപ്പെടണമല്ലോ. അയാൾക്കത് ഉപയോഗിക്കൽ ഹലാലാകണമെങ്കിൽ ഞാൻ എന്റെ വാക്കുകൊണ്ടൊരു സമ്മതം കൊടുക്കണ്ടേ? എനിക്ക് പൊരുത്തമുണ്ടെന്ന് അയാളെ അറിയിക്കണ്ടയോ? അതിനയാളെ പിന്നാലെ ഓടിയിട്ട് കിട്ടുന്നില്ലല്ലോ. കുറച്ചു നേരം ഓടിയിട്ട് പിന്നെ മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, മോനെ ഒന്ന് നിൽക്ക്, പറയാനുള്ളത് നീ അങ്ങ് കേട്ടിട്ട് പിന്നെ നീ അങ്ങ് പോയിക്കോ. നീ ആ തൊപ്പിയെടുത്ത് നീ ഉപയോഗിച്ചോ, എനിക്കതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, സമ്മതമാണ്, പൊരുത്തമാണ്. അവരെ മനസ്ഥിതി അതാണ്. എന്നെ കൊണ്ടൊരാളും കുടുങ്ങരുത്, ഞാൻ കാരണം ദുനിയാവിലും ഒരാൾ കുടുങ്ങരുത്, ആഖിറത്തിലും കുടുങ്ങരുത്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ മാത്രമാണ് നമുക്ക് നേരമെങ്കിൽ ചുരുങ്ങിയ ഹസനാത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്തതുണ്ടെങ്കിൽ അത് വിഹിതം വെച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ പിന്നെ നമ്മുടെ പരടിയിൽ വല്ലതും ശേഷിക്കുമോ? ദോഷികളായ മുവഹിദീങ്ങൾക്ക് അനുകൂലമായി സാക്ഷി വിസ്തരിക്കുന്ന വിസ്താരമുണ്ടെങ്കിൽ അതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും സാക്ഷി വിസ്താരം കൊണ്ടെങ്കിലും അല്ലാഹു രക്ഷപ്പെടുത്തും. അതേ സമയത്ത് ഒന്നുമില്ലെങ്കിലോ ആള് കുടുങ്ങിയത് തന്നെ. ആ ശിക്ഷയുടെ അളവനുസരിച്ച് നരകത്തിന്റെ ഒന്നാമത്തെ തട്ടിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച ശേഷമേ കയറാൻ പറ്റൂ. നരകത്തിൽ പോകുന്നത് ചിന്തിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ, ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ആ കാലയളവ് ശിക്ഷയിൽ പെടാൻ പറ്റും ഉസ്താദേ എന്ന് ചിന്തിക്കാൻ കഴിയൂലല്ലോ. ആർക്കാണ് നരകത്തിന്റെ ശിക്ഷ താങ്ങാൻ കഴിയുന്നത്? അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മറ്റുള്ളവർക്ക് നമ്മുടെ അമലിന്റെ വിഹിതം കൊടുക്കാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മനുഷ്യൻ അന്ന് സംവദിക്കുന്ന ഒരു നേരമാണ്, അവിടെ നമുക്ക് നല്ല അമലുകളുമായി രക്ഷപ്പെടാൻ കഴിയണം. അല്ലാഹു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ആർക്കും നമ്മുടെ അമലിന്റെ വിഹിതം കൊടുക്കാതിരിക്കാൻ, സൂക്ഷ്മതയോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.